തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ രണ്ടാംഘട്ട വികസനം പാതി വഴിയിലാകുന്നതിന് പിന്നിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയെന്ന് വിമർശനം. വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് മൾട്ടി പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതിന് പിന്നിൽ മുൻ മേയറുടെയും കൗൺസിലറുടെയും താൽപര്യമെന്നാണ് ആക്ഷേപം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മേയർ വി രാജേഷിനെ ആശുപത്രി വികസന സമിതി അംഗം കത്ത് നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ടാംഘട്ട വികസനം പാതി വഴിയിലായതിനു പിന്നിൽ അധികൃതരുടെ കെടുകാര്യസ്ഥിതി എന്ന വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്പർ ബ്ലോക്കിന്റെ മുൻവശത്തായി 25 കോടി രൂപ നൽകി സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയിട്ടുള്ള സ്ഥലം സൂപ്പർ ബ്ലോക്കിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ രണ്ടാംഘട്ട വികസനത്തിന് ഈ പ്രദേശമല്ലാതെ മറ്റൊരു സ്ഥലം ലഭ്യമല്ല. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് മറ്റ് അധികാരികളുടെ അനുവാദമില്ലാതെ തിരുവനന്തപുരം മുൻ മേയറും അന്നത്തെ സ്ഥലം കൗൺസിലറും സ്വന്തം നിലയ്ക്ക് കോളേജ് അധികാരികളിൽ നിന്നും അനുവാദവും വാങ്ങാതെ അവിടെ മൾട്ടി പാർക്കിംഗ് നിർമ്മിക്കുകയായിരുന്നു. കളക്ടർക്കും നഗരസഭയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടിയുള്ള സ്ഥലത്ത് നിന്നും മൾട്ടി ലെവൽ പാർക്കിംഗ് മാറ്റി മെഡിക്കൽ കോളേജിന്റെ മാസ്റ്റർ പ്ലാനിൽ പറയുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ആശുപത്രി വികസന സമിതി അംഗം മേയർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.